Hi all, welcome to Leksha School Plus. This is Miroshna, your economics faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിലുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ. അപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, അത് ക്ലാസിഫൈ ചെയ്തു, അത് ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലും സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റുവൽ ഫോമിൽ പ്രസന്റ് ചെയ്യാം, ടേബിൾ ഫോമിൽ പ്രസന്റ് ചെയ്യാം, ഡയഗ്രമാറ്റിക് ഫോമിൽ പ്രസന്റ് ചെയ്യാം. ഈ ഡയഗ്രമാറ്റിക് ഫോമിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ജിയോമെട്രിക് ഡയഗ്രം. ഈ ഡയഗ്രത്തിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജിയോമെട്രിക് ഡയഗ്രത്തിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രംസ് വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നോർമൽ ഡയഗ്രംസ് തന്നെ വരുന്നതിൽ ഇമ്പോർട്ടൻറ്റ് ജിയോമെട്രിക് ഡയഗ്രം ഉണ്ട്, പിന്നെ ഫ്രീക്വൻസി ഡയഗ്രം വരുന്നുണ്ട്, അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജിയോമെട്രിക് ഡയഗ്രത്തിൽ വരുന്നത് ബാർ ഡയഗ്രം, പൈ ഡയഗ്രം, ഇങ്ങനെ രണ്ട് ഡയഗ്രംസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ബാർ ഡയഗ്രം ആൻഡ് പൈ ഡയഗ്രം എന്ന് പറയുമ്പോൾ ഇതിൽ ബാർ ഡയഗ്രത്തിൻ്റെ പിന്നെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. 3 ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രംസ് വരുന്നുണ്ട്. അതിലൊന്നാമത്തെ സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, കോമ്പണൻറ്റ് ബാർ ഡയഗ്രം, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ജിയോമെട്രിക് ഡയഗ്രം നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേറ്റീവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡയഗ്രം ആണ്. അതിൽ തന്നെ നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, ബാർ ഡയഗ്രംസ് വരുന്നുണ്ട്, പൈ ഡയഗ്രംസ് വരുന്നുണ്ട്. ഈ ബാർ ഡയഗ്രത്തെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും, സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, കോമ്പണൻറ്റ് ബാർ ഡയഗ്രം. അപ്പോൾ എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത്, നമ്മളെ കയ്യിലുള്ള ഡാറ്റ ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്, അത് ആ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനാണ് ഡയഗ്രംസ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ബാർ ഡയഗ്രം അല്ലെ, ബാർ ഡയഗ്രത്തിൽ ഫസ്റ്റ് പറഞ്ഞ സിമ്പിൾ ബാർ ഡയഗ്രമാണ്. അപ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വി സ്പേസ്ഡ് ഇക്വി വിത്ത് റെക്ടാങ്കുലർ ബാർസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്താണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ബാർ ആയിട്ട് പ്രിപ്പയർ ചെയ്യും, കുറച്ച് ബാർസ് പ്രിപ്പയർ ചെയ്യും. ഈ ബാർസിനെല്ലാം ഈക്വൽ ആയിട്ടുള്ള വിഡ്ത്ത് ഉണ്ടാവും, ഈക്വൽ സ്പേസ് ആയിരിക്കും. പക്ഷെ ബാർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പേസ് കൊടുക്കുന്നത്, ആ സ്പേസ് ഈക്വൽ ആയിരിക്കും, ഓരോ ബാറിൻ്റെയും വിഡ്ത്തും ഈക്വൽ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഡ്ത്തും സ്പേസും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഏതിലാണ് ഈ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുക, അപ്പോൾ ചേഞ്ച് വരുന്നത് അതിൻ്റെ ഹൈറ്റിലായിരിക്കും. അപ്പോൾ ഹൈറ്റ് കണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഡാറ്റയുടെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ്റെ വാല്യൂ എങ്ങനെയാണ്. അപ്പോൾ ഹൈറ്റ് വെച്ച് നമുക്കിവിടെ കമ്പാരിസൺസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഇയേഴ്സിൽ വരുന്ന പ്രോഫിറ്റ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1998 പ്രോഫിറ്റ് നമ്മൾ ഇത് കണ്ടാൽ മനസ്സിലാവും 11 മില്യൺ ആണ്. 1990 വരുന്നത് അതിന് ഇച്ചിരി മേലെ വരുന്നുണ്ട് അല്ലേ. പിന്നെ 1991 വരുമ്പോൾ അറൗണ്ട് 19 മില്യൺ വരുന്നുണ്ട്. 1992 വരുമ്പോൾ അറൗണ്ട് 25 മില്യൺ വരുന്നുണ്ട്. 1993 വരുമ്പോഴത്തേക്കും 41 മില്യൺ അറൗണ്ട് വരുന്നുണ്ട്. ഇത് ഈ ഡാറ്റ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ നമ്പേഴ്സ് ഒന്നും നോക്കാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും 1993 ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 1989 പിന്നെ ഇത് നമ്മൾ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്, ഓരോ വർഷം നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്ത് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിനുവേണ്ടി നമ്മൾ കുറേ പേപ്പേഴ്സ് വായിച്ച് നോക്കുവോ, കുറേ കാര്യങ്ങൾ അനാലിസിസ് നോക്കുവോ ഒന്നും വേണ്ട അല്ലേ. അതാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡയഗ്രംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വലി മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും, നമുക്ക് കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളെല്ലാ ബാറിനും ഒരേ വിഡ്ത്തായിരിക്കണം, ബാറുകൾ തമ്മിലുള്ള സ്പേസും സെയിം ആയിരിക്കണം. നമ്മളെല്ലാം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാം 1 സെൻറ്റിമീറ്റർ എടുത്ത് പ്രിപ്പയർ ചെയ്യണം. ഇതാണ് നമ്മുടെ സിമ്പിൾ ബാർ ഡയഗ്രം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ തന്നെ എന്താണ് പറയുന്നത്, ഇത് വിഷ്വലി കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, റിലേറ്റീവ് ഹൈറ്റ് വെച്ചാണ് നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത്. ഇനി ലോവർ എൻഡ് എല്ലാ ബാറിൻ്റെ ലോവർ എൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് നമ്മൾ ബേസ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പാരിസണിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രീക്വൻസി ടൈപ്പ് ഓഫ് ഡാറ്റക്കും നമുക്ക് യൂസ് ചെയ്യാം, നോൺ ഫ്രീക്വൻസി ടൈപ്പ് ഓഫ് ഡാറ്റക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ കാര്യം പറയാനുള്ളത്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. ഇതും ബാർ ഡയഗ്രം തന്നെയാണ്, ഇതിൽ റെക്ടാങ്കുലർ ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയറിങ് 2 or more സെറ്റ് ഓഫ് ഡാറ്റ. നമ്മൾ ഇതിലൊക്കെ ഒരു ഒബ്സർവേഷൻ ആണ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ നമ്മൾ ഇതിൽ കമ്പയർ ചെയ്തിട്ടുള്ളൂ അല്ലേ, ഡിഫറെൻറ്റ് ഇയേഴ്സിൽ വരുന്ന പ്രോഫിറ്റ്. ഇവിടെ 2 or 3 കാര്യങ്ങൾ ഒരുമിച്ച് കമ്പാരിസണിൽ വരുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ 3 കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ ഇയർ വൈസ് അല്ലാതെ നമ്മളിപ്പം മന്ത് വൈസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓരോ കൺട്രിയിലെ 3 കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം.
പക്ഷെ ഒരു ഒബ്സർവേഷനിൽ തന്നെ 3 കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഇയേഴ്സിലുള്ള സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ സെയിൽസ് മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് സിമ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയാം. ഗ്രോസ് പ്രോഫിറ്റ് മാത്രമാണെങ്കിൽ അത് സിമ്പിൾ ബാർ ഡയഗ്രം ആണ്. നെറ്റ് പ്രോഫിറ്റ് മാത്രമാണെങ്കിൽ അത് സിമ്പിൾ ബാർ ഡയഗ്രം ആണ്. മൂന്നും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അതെന്തായി മാറി? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. ഈ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ നമ്മൾ സ്പേസ് കൊടുക്കുന്നത് ആ 3 എത്രയാണ് നമ്മുടെ ഒബ്സർവേഷനിൽ അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ സ്പേസ് കൊടുക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ സ്പേസ് കൊടുക്കുന്നില്ല. ഒരു ഇയറിൽ 3 ബാർ വന്നു അല്ലേ? ബിക്കോസ് നമ്മൾ 3 ഒബ്സർവേഷൻസ് എടുത്തിട്ടുണ്ട്. 3 ബാർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പേസ് കൊടുക്കും. ഈ 3 ബാറും ഈക്വൽ വിഡ്ത്ത് ഉള്ളതായിരിക്കണം. ഹൈറ്റ് സെയിം, നമ്മൾ നേരത്തെ ചെയ്ത ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെ. പക്ഷെ ഒരു 3ൽ കൂടുതൽ ഒബ്സർവേഷൻസ് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കമ്പാരിസൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് കമ്പയർ ചെയ്യാൻ പറ്റി, ഗ്രോസ് പ്രോഫിറ്റ് ഓരോ വർഷത്തെ കമ്പയർ ചെയ്യാൻ പറ്റി, അതുപോലെ നെറ്റ് പ്രോഫിറ്റും കമ്പയർ ചെയ്യാൻ പറ്റി. അപ്പം 3 ബാർ ഡയഗ്രം ചെയ്യുന്നതിന് പകരം നമുക്ക് ഒറ്റ ബാർ ഡയഗ്രത്തിൽ 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണിക്കാൻ പറ്റി. നെക്സ്റ്റ് വരുന്ന കോമ്പണന്റ് ബാർ ഡയഗ്രം ആണ്. കോമ്പണന്റ് ബാർ ഡയഗ്രം അല്ലെങ്കിൽ ബാർ ചാർട്ട് എന്ന് പറയുന്നതിന് നമ്മൾ സബ് ഡയഗ്രംസ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പണന്റ് പാർട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഡിഫറെൻറ്റ് വേരിയബിൾസ് അല്ല, ഒരു വേരിയബിളിൽ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ കോമ്പണന്റ് ബാർ ഡയഗ്രം ഷോസ് ദ ബാർ ആൻഡ് ഇറ്റ് സബ് ഡിവിഷൻസ് ഇൻറ്റു 2 or more കോമ്പണൻസ്. അപ്പം നമ്മൾ അതിൽ എന്താ ചെയ്യുന്നത്? ഒരു ഒബ്സർവേഷൻ തന്നെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ് എടുത്തത്. ഇവിടെ ഒരു വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫേവറേറ്റ് സ്പോർട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫേവറേറ്റ് സ്പോർട്സ് ഫുട്ബോൾ, ഹോക്കി, റഗ്ബി, അതർ 4 ഓപ്ഷൻ നമ്മൾ കൊടുത്തു. അതിൽ ബോയ്സ് ആൻഡ് ഗേൾസ് വരുന്നുണ്ട്. അപ്പം ബോയ്സ് ഇത്ര പ്രിഫർ ചെയ്യുന്നു, ഗേൾസ് ഇത്ര പ്രിഫർ ചെയ്യുന്നു ഫുട്ബോൾ. ഇപ്പോൾ ഫുട്ബോളിൽ നമ്മൾ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന ബോയ്സ് ആണ്. അപ്പോൾ ബോയ്സ് ഇത്ര, അതേപോലെ മെജോറിറ്റി ഗേൾസ് ആണ് ഫുട്ബോൾ പ്രിഫർ ചെയ്യുന്നത്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. ഹോക്കിയുടെ കാര്യമാണ് നമുക്ക് മനസ്സിലാവും. ബോയ്സ് ആൻഡ് ഗേൾസ് ഈക്വലി പ്രിഫർ ചെയ്യുന്നുണ്ട്. റഗ്ബി ആണെങ്കിൽ ബോയ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഗേൾസ് കുറച്ച് പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഇനി അതറിൽ നമ്മൾക്കറിയാം ബോയ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, ഗേൾസ് കുറച്ച് പ്രിഫർ ചെയ്യുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ കാര്യം ഫുട്ബോൾ എന്നുള്ള ഒരു ഒബ്സർവേഷൻ്റെ 2 കോമ്പണൻ്റ് ആണ് നമ്മളിവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ടാണ് ഇതിനെ കോമ്പണന്റ് ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഡയഗ്രത്തിന് ഒരു ബാർ ഡയഗ്രത്തിൽ നിന്ന് സബ് ഡിവിഷൻ ആക്കും. അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ വിഡ്ത്ത്, ഈക്വൽ സ്പേസ് എല്ലാം അതുപോലെ തന്നെ. പക്ഷെ ഒരു ബാറിനകത്ത് ഒന്നിൽ കൂടുതൽ ഡിവിഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാർ ഡയഗ്രത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി വരുന്ന പൈ ഡയഗ്രം ആണ്. പൈ ഡയഗ്രവും കോമ്പണന്റ് ഡയഗ്രം തന്നെയാണ്. നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, കോമ്പണന്റ് ബാർ ഡയഗ്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പൈ ഡയഗ്രത്തിലും വരുന്നത്. പക്ഷെ ബാർ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടാങ്കുലർ ബാർസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കിൾ ആണ്. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, വിച്ച് ഈസ് പ്രൊപ്പോർഷണലി ഡിവൈഡഡ് എമംഗ് ദ കോമ്പണൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് വരുന്ന കോമ്പണൻസ് നമ്മൾ അതിനകത്ത് തന്നെ, സർക്കിളിനകത്ത് തന്നെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബാർ ആണെങ്കിൽ നമുക്ക് ഈസിയാണ് അല്ലേ മെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ ബാറിനകത്ത് നമ്മൾ സെൻറ്റിമീറ്റർ വെച്ച് അളന്നിട്ട് നേരെ ആ ഡാറ്റ എങ്ങനെയാണോ കാണിക്കുന്നു. പക്ഷെ ഒരു അതിൻ്റെ ഹൈറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ നമ്മളൊരു സർക്കിൾ ചെയ്യുന്ന സമയത്ത് സർക്കിളിനകത്ത് 360 ഡിഗ്രി ആണ്, ഫിക്സ്ഡ് ആണ് 360. നമുക്ക് എത്രത്തോളം കോമ്പണൻസ് ഉണ്ടെങ്കിലും ഈ 360ൻ്റെ അകത്ത് വെക്കാൻ അല്ലേ? നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 360 ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ പെർസെൻറ്റേജിന് 360യുടെ എത്ര പെർസെൻറ്റേജ് ആണ് അത് വരുന്നത് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഓരോന്നിനും ഡിഗ്രിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് പൈ ഡയഗ്രം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൈ ഡയഗ്രം നമ്മൾ പറഞ്ഞ പോലെ കോമ്പണന്റ് ഡയഗ്രം തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് നമ്മൾ സർക്കിളാണ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കണ്ടോ? ഇപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതാണ്. സിംഗിങ് 16% ആൾക്കാർ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് 30%, ഡാൻസിങ് 10%, ബുക്ക് റീഡിങ് 20%, അതർ 24%. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ? അല്ലാണ്ട് പെർസെൻറ്റേജ് അല്ല തന്നിട്ടുണ്ടാവുക. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പെർസെൻറ്റേജ് ആക്കി മാറ്റും. ഈ പെർസെൻറ്റേജ് 360യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കി അത്രയും ഡിഗ്രി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൊടുക്കും, എന്നാലേ മനസ്സിലാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എഴുതി കൊടുത്താലും മതി. ഇതിനെ ഓരോ ഡിവിഷൻസ് ആക്കി മാറ്റി അതിനകത്ത് നമ്മൾ ഓരോന്നിൻ്റെ പേര് ഏതാ, പെയിൻറ്റിങ്, സിംഗിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൊടുക്കുക, ഓരോന്നും ഇൻഡിവിജ്വലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഈ രീതിയിലാണ് നമ്മൾ പൈ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് ജോമെട്രിക് ഡയഗ്രം ആണ്. ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ വരുന്നതാണ്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ നമുക്ക് മെയിൻലി ജോമെട്രിക് ഡയഗ്രം ഉണ്ട്, ഫ്രീക്വൻസി ഡയഗ്രം ഉണ്ട്, അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് ഉണ്ട്. ഇതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ജോമെട്രിക് ഡയഗ്രംസ് ആയിരിക്കും. ഈ ജോമെട്രിക് ഡയഗ്രത്തിൽ തന്നെ ബാർ ഡയഗ്രംസ് വരുന്നുണ്ട്, പൈ ഡയഗ്രം വരുന്നുണ്ട്. ബാർ ഡയഗ്രത്തിൽ തന്നെ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. ഇവിടെ ബാർ ഡയഗ്രം ഉണ്ട്, പൈ ഡയഗ്രം ഉണ്ട്. ബാർ ഡയഗ്രത്തിൽ നമ്മൾ സിമ്പിൾ, മൾട്ടിപ്പിൾ, കോമ്പണന്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സിമ്പിൾ ബാർ ഡയഗ്രം ആണെങ്കിൽ ഇക്വി സ്പേസ്ഡ്, ഇക്വി വിഡ്ത്ത് റെക്ടാങ്കുലർ ബാർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്ത് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ഹൈറ്റ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുന്നുണ്ട്, കമ്പയറിങ് 2 or more സെറ്റ് ഓഫ് ഡാറ്റ. അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം യൂസ് ചെയ്യുന്നത്. സെയിം തന്നെ, പക്ഷേ ഈ ഒരു സെറ്റ് ഓഫ് ഡാറ്റ കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആ ഒരു സെറ്റില്ലേ, നമ്മൾ 2 കൂടുതൽ സെറ്റ് ഒരു ഒബ്സർവേഷൻ വരുന്നത്, അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ സ്പേസ് കൊടുക്കുന്നത്. ഇനി കോമ്പണന്റ് ബാർ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പണന്റ് പാർട്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒരു ബാറിനകത്ത് തന്നെ നമ്മൾ സബ് ഡിവിഷൻസ് കൊടുക്കുന്നു. ഇത് സിമ്പിൾ ബാർ ഡയഗ്രം പോലെ തന്നെ ഓരോ ബാറിന് ശേഷം നമ്മൾ സ്പേസ് ഇട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പൈ ഡയഗ്രം ഈസ് ഓൾസോ എ കോമണന്റ് ബാർ ഡയഗ്രം, പക്ഷെ അതെന്ത് ചെയ്യും, ഒരു സർക്കിളിനകത്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രൊപ്പോർഷണലി ഡിവൈഡ് ചെയ്തിട്ട് വേണം ഓരോ ഡാറ്റയും കാണിക്കാൻ. അപ്പോൾ ഇത് ഓരോന്നിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ഷെയ്ഡ്സോ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിലും കോമ്പണന്റ് ബാർ ഡയഗ്രത്തിലും മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിലും അതേപോലെ തന്നെ പൈ ഡയഗ്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് അവിടെ ഡിഫറെൻറ്റ് ബാർസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സൈഡിൽ വേണമെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസിന് നമ്മൾ സൈഡിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്ത് അത് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പൈ ഡയഗ്രത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൈഡിൽ കളേഴ്സ് എന്താ, ഏത് കളറിനാണ് നമ്മൾ ഏത് ഡാറ്റ ആണെന്ന്, നമുക്ക് ഏത് കോമ്പണൻ്റ് ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പൈ ഡയഗ്രത്തിന് നമ്മൾ ഒരു പേരും കൂടി പറയും, പൈ ചാർട്ട് എന്ന് പറയും. അപ്പോൾ അവിടെ സർക്കിൾ എന്ത് ചെയ്യാന്ന് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന് സ്ട്രെയിറ്റ് ലൈൻ വെച്ച്, സെൻറ്ററിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വെച്ചാണ് ഇതിന് ഓരോ ഡിഗ്രിയും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെറ്റർ വേ ആണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളിപ്പോൾ പഠിച്ചത് ജോമെട്രിക് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? താങ്ക് യു.